2024 ഇന്ത്യ രാജ്യം ഒരു പൊതു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് ചെയ്യാനുള്ളത് 96.8 കോടി ജനങ്ങളാണ്. അതിൽ സ്ത്രീകൾ 47.1 കോടി, പുരുഷ വോട്ടർമാർ 49.7 കോടി, കന്നി വോട്ടർമാർ അതായത് 18 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ 1.8 കോടി, യുവ വോട്ടർമാർ അതായത് 20 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള 19.74 കോടി. ഇങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു കണക്ക്. 28 സംസ്ഥാനങ്ങൾക്കും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 543 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ 2019 ലോക്സഭ ഇലക്ഷൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ആകെ 543 സീറ്റുകളുണ്ടായിരുന്നതിൽ BJP നയിക്കുന്ന NDA മുന്നണി 353 സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നയിക്കുന്ന UPA 89 സീറ്റും, ഇടതുപക്ഷം 5 സീറ്റും, മറ്റുള്ളവർ 96 സീറ്റും ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു തിരഞ്ഞെടുപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കുകയാണ്. ഈ വർഷം ഈ തിരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലുള്ളത് ആകെ 5 സീറ്റാണ്. ഇതിൽ കഴിഞ്ഞ വർഷം 2019 3 സീറ്റ് നേടിയിട്ടുണ്ടായിരുന്നത് നാഷണൽ കോൺഫറൻസും 2 സീറ്റ് നേടിയിട്ടുണ്ടായിരുന്നത് BJPയുമാണ്. ഈ വർഷം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. ഈ 5 സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ ഏപ്രിൽ 19, 26, മെയ് 7, 13, 20 എന്നിങ്ങനെ 5 ഘട്ടങ്ങളിലായി നടക്കും. അടുത്തത് ലഡാക്കാണ്. ലഡാക്കിൽ 1 സീറ്റാണുള്ളത്. അത് കഴിഞ്ഞ വർഷം BJPക്കായിരുന്നു. അത് കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ലഡാക്കിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ജയിച്ചത് BJPയാണ്. അതിനു മുമ്പ് 2 തവണ സ്വതന്ത്രം ജയിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 20-നാണ് ഇവിടെ ഇലക്ഷൻ. അടുത്തത് പഞ്ചാബാണ്. പഞ്ചാബിൽ ആകെ 13 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം കോൺഗ്രസ് 8 സീറ്റിലും AIP 1 സീറ്റിലും BJP 2 സീറ്റിലും അകാലിദൾ 2 സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം കോൺഗ്രസും AIPയും BJPയും അകാലിദളും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. ഇതൊരു ചതുഷ്കോണ മത്സരമായിരിക്കും. ഇവിടെ ഇലക്ഷൻ ഒറ്റഘട്ടമായിട്ടാണ്. ജൂൺ 1 നടക്കും. ദെൻ ചണ്ഡീഗഡാണ്. ഇവിടെ കഴിഞ്ഞ വർഷം BJP ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം BJPയും എതിരെ വരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് AIP പിന്തുണക്കുന്നുണ്ട്. ഇവിടെയും ജൂൺ 1-നാണ് ഇലക്ഷൻ. ഉത്തരാഖണ്ഡിൽ ആകെ 5 സീറ്റാണുള്ളത്. കഴിഞ്ഞ വർഷം 5 സീറ്റും BJPക്കായിരുന്നു. ഇവിടെയും കോൺഗ്രസും BJPയും തമ്മിലാണ് എതിരാളികളായി വരുന്നത്. ഏപ്രിൽ 19-നാണ് ഇവിടെ ഒറ്റഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ആകെ 4 സീറ്റാണുള്ളത്. കഴിഞ്ഞ വർഷം 4 സീറ്റും BJP തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിലവിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ജൂൺ 1-ന് ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഹരിയാനയിൽ ആകെ 10 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം 10 സീറ്റും BJPക്കായിരുന്നു. ഇവിടെ കോൺഗ്രസ് AIP സഖ്യം BJP നേരിടുന്നു. ഇന്ത്യ സഖ്യം BJP നയിക്കുന്ന BJPയെയാണ് നേരിടുന്നത്. മെയ് 25-ന് ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. ഡൽഹിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം ഈ BJP ആയിരുന്നു 7 സീറ്റും നേടിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ത്രികോണ മത്സരമായിരുന്നു. BJPയും AIPയും കോൺഗ്രസും ത്രികോണ മത്സരമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം BJPയും ഒരു വശത്തും AIP കോൺഗ്രസ് ഇന്ത്യ സഖ്യം മറ്റൊരു ചേരിയിലും നിൽക്കുന്നുണ്ട്. മെയ് 25-നാണ് ഇലക്ഷൻ. ഇവിടെ 4 സീറ്റിൽ AIPയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്നു. മെയ് 25-ന് ഒറ്റഘട്ടമായിട്ടാണ് ഡൽഹിയിൽ ഇലക്ഷൻ. രാജസ്ഥാനിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ വർഷം ആകെ 25 സീറ്റാണുള്ളത്. 25-ൽ 24 സീറ്റും കഴിഞ്ഞ വർഷം BJPക്കായിരുന്നു. 1 സീറ്റ് RLP നേടി. ഈ വർഷം ഏപ്രിൽ 19, 26 ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് രാജസ്ഥാനിലെ ഇലക്ഷൻ. രാജസ്ഥാനിൽ BJP 25 സീറ്റ്, BJP മുന്നണിയും കോൺഗ്രസ് മുന്നണിയും മത്സരിക്കുന്നു. കോൺഗ്രസ് മുന്നണിയിൽ CPM-ന് 1 സീറ്റും മറ്റൊരു പാർട്ടിക്ക് 1 സീറ്റും ബാക്കി 23 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്നുണ്ട്. ജാർഖണ്ഡിലോട്ട് വരുമ്പോൾ ആകെ 14 സീറ്റാണുള്ളത്. കഴിഞ്ഞ
ഇലക്ഷനിൽ 11 സീറ്റും BJP നേടി. AJSU ഒരു സീറ്റും കോൺഗ്രസ് ഒരു സീറ്റിലും JMM ജാർഖണ്ഡ് മുക്തി മോർച്ച ഒരു സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. ഇവിടെ ഇന്ത്യ സഖ്യം BJP നയിക്കുന്ന മുന്നണിയെ നേരിടും. മെയ് 13, 20, 25, ജൂൺ 1 ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് ജാർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഛത്തീസ്ഗഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 11 സീറ്റാണുള്ളത്. ഇവിടെ കഴിഞ്ഞ തവണ 9 സീറ്റിൽ BJPയും 2 സീറ്റിൽ കോൺഗ്രസും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 ഘട്ടമായിട്ടാണ്, അതായത് ഏപ്രിൽ 19, 26, മെയ് 7 എന്നിങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ അവസാനം നടന്ന തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും BJP ആയിരുന്നു അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. മധ്യപ്രദേശിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ 29 സീറ്റുകളാണുള്ളത്. ഇതിൽ കഴിഞ്ഞ വർഷം BJP 28 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലുമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ 4 ഘട്ടങ്ങളിലായി, അതായത് ഏപ്രിൽ 19, 26, മെയ് 7, 13 ഇങ്ങനെ 4 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെയും കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന പോരാട്ടം. ഇവിടെയും അവസാനമായി നടന്ന ഈ വർഷം നടന്ന ഇലക്ഷനിൽ BJP ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തർപ്രദേശിലോട്ട് വന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP 62 സീറ്റിലും അപ്നാദൾ 2 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും BSP 10 സീറ്റിലും SP 5 സീറ്റിലും മത്സരിക്കുന്നു. ഇപ്രാവശ്യം SPയും കോൺഗ്രസും ഉൾപ്പെട്ട ഇന്ത്യ സഖ്യവും BJP നയിക്കുന്ന NDAയും അതേപോലെ BSPയും ആണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. ഏപ്രിൽ 19, 26, മെയ് 7, 13, 20, 25, ജൂൺ 1 എന്നിങ്ങനെ 7ഓളം ഘട്ടങ്ങളിലായിട്ടാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 40 സീറ്റാണുള്ളത്. ഇവിടെ BJP കഴിഞ്ഞ വർഷം 17 സീറ്റിലും JDU 16 സീറ്റിലും LJP 6 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലുമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയും കോൺഗ്രസും RJDയും ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയും JDUവും BJPയും ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിയും ആണ് പ്രധാനമായും മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ CPI, CPM, CPI-ML എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ 7 ഘട്ടങ്ങളിലായി, അതായത് ഏപ്രിൽ 19, 26, മെയ് 7, 13, 20, 25, ജൂൺ 1 ഇങ്ങനെ 7 ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ മത്സരം നടക്കുന്നത്. അടുത്തതായി പശ്ചിമേന്ത്യയാണ്. പശ്ചിമേന്ത്യ വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ആകെ 48 സീറ്റുകളാണുള്ളത്. 48 സീറ്റിൽ കഴിഞ്ഞ 2019 BJP 23 സീറ്റിലും ശിവസേന 18 സീറ്റിലും കോൺഗ്രസ് 1 സീറ്റിലും NCP 4 സീറ്റിലും 1 സീറ്റിൽ സ്വതന്ത്രനും IIM 1 സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മത്സരം BJP ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും BJPയും ചേർന്നിട്ടുള്ള സഖ്യവും കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിലുള്ള മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. ഇവിടെ ഏപ്രിൽ 19, 26, മെയ് 7, 13, 20 എന്നിങ്ങനെ 5 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും. ഗുജറാത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ആകെ 26 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ 26 സീറ്റും BJP നേടിയിരുന്നു. ഈ പ്രാവശ്യം BJPയും കോൺഗ്രസുമാണ് പ്രധാന മത്സരം. കോൺഗ്രസും AIPയും തമ്മിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ ചില ധാരണകൾ ഗുജറാത്തിൽ കാണാം. മെയ് 7 ഒറ്റഘട്ടമായിട്ടാണ് ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ഗോവയിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആകെ 2 സീറ്റാണുള്ളത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം BJPയും കോൺഗ്രസും ഓരോ സീറ്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിലും AIP കോൺഗ്രസ് സഖ്യമുണ്ട്. മെയ് 7 ഒറ്റഘട്ടമായിട്ടാണ് ഗുജറാത്തിലും ഗോവയിലും ഇലക്ഷൻ. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ഇവിടെ ആകെ 2 സീറ്റാണുള്ളത്. ദാദ്ര നഗർ ഹവേലിയിൽ 2019 സ്വതന്ത്രനായി ജയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അവിടുത്തെ MPയുടെ മരണത്തെ തുടർന്ന് 2021 ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേന ജയിച്ചിട്ടുണ്ടായിരുന്നു. ദാമൻ ദിയുവിൽ BJP ആണ്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നവയെ 2020 ഒന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. എങ്കിലും സീറ്റുകൾ 2 തന്നെയാണ്. മെയ് 7 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. അരുണാചൽ പ്രദേശിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 2 സീറ്റാണ്. അതിൽ 2 കഴിഞ്ഞ തവണ BJPക്കായിരുന്നു. ഇപ്രാവശ്യവും
നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് അരുണാചൽ പ്രദേശ്. ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. നാഗാലാൻഡിൽ ആകെ ഒരൊറ്റ സീറ്റാണുള്ളത്. അത് കഴിഞ്ഞ തവണ NDPP ആയിരുന്നു. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. മണിപ്പൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ മണിപ്പൂരിൽ ആകെ 2 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ ഒന്ന് BJPയും ഒന്ന് NPFും നേടിയിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 19, 26 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് മണിപ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നത്. സിക്കിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു സീറ്റാണ് സിക്കിമിലുള്ളത്. അത് കഴിഞ്ഞ തവണ SKM എന്ന പാർട്ടിക്കായിരുന്നു. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. ഇവിടെ SKM, BJP, SDF, കോൺഗ്രസ് എന്നിങ്ങനെ 4ഓളം പാർട്ടികൾ മത്സരരംഗത്തുണ്ട്. അസമിലോട്ട് വന്നു കഴിഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് അസം. ആകെ 14 സീറ്റ്. കഴിഞ്ഞ തവണ 9 സീറ്റിൽ BJPയും 3 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ AUDFും 1 സീറ്റിൽ സ്വാതന്ത്ര്യം ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 ഘട്ടമായിട്ട് ഇലക്ഷൻ, അതായത് ഏപ്രിൽ 19, 26, മെയ് 7 എന്നിങ്ങനെ 3 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. മേഘാലയയിൽ ആകെ 2 സീറ്റാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1 സീറ്റിലും NPP 1 സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. ത്രിപുരയിലോട്ട് വന്നു കഴിഞ്ഞാൽ BJP ആകെ 2 സീറ്റാണ്. 2 സീറ്റും കഴിഞ്ഞ തവണ BJP ജയിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് CPM സഖ്യമായിട്ടും BJP മറ്റൊരു വശത്തുമായിട്ടാണ് മത്സരം. ഏപ്രിൽ 19, 26 എന്നിങ്ങനെ 2 ഘട്ടമായിട്ടാണ് മത്സരം. മിസോറാമിൽ കഴിഞ്ഞ തവണ ആകെ 1 സീറ്റാണുള്ളത്. അത് കഴിഞ്ഞ തവണ MNF എന്ന പാർട്ടിക്കായിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ ഭരണത്തിലുള്ള സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ്, കോൺഗ്രസ്, MNF എന്നിങ്ങനെ 3 പാർട്ടികൾ മത്സരരംഗത്തുണ്ട്. ഒരു ത്രികോണ മത്സരമായിരിക്കും. ബംഗാളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 42 സീറ്റിൽ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റിലും BJP 18 സീറ്റിലും കോൺഗ്രസ് 2 സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മത്സരം നടക്കുന്നത് തൃണമൂൽ കോൺഗ്രസും BJPയും കോൺഗ്രസും CPMും ഉൾപ്പെട്ട മുന്നണിയും തമ്മിലാണ്. അത് ഒരു ത്രികോണ മത്സരമായിരിക്കും. ഏപ്രിൽ 19, 26, മെയ് 7, 13, 20, 25, ജൂൺ 1 ഇങ്ങനെ 7 ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബംഗാൾ. ആൻഡമാൻ നിക്കോബാർ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആരും ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആകെ ഒറ്റ സീറ്റാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 19. ഒഡീഷയിലോട്ട് വന്നാൽ ആകെ 21 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ BJD 12 സീറ്റും BJP 8 സീറ്റും കോൺഗ്രസ് 1 സീറ്റും നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും ത്രികോണ മത്സരമായിരിക്കും BJP, കോൺഗ്രസ് എന്നിവർ തമ്മിൽ. മെയ് 13, 20, 25, ജൂൺ 1 എന്നിങ്ങനെ 4 ഘട്ടമായിട്ടാണ് മത്സരം. ആന്ധ്രാപ്രദേശിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 25 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ YSR കോൺഗ്രസ് 22 സീറ്റിലും തെലുങ്കുദേശം പാർട്ടി 3 സീറ്റിലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം YSR കോൺഗ്രസും BJPയും TDPയും തമ്മിലുള്ള സഖ്യവും കോൺഗ്രസും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമായിരിക്കും ആന്ധ്രാപ്രദേശിൽ. മെയ് 13 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. തെലങ്കാനയിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 17 സീറ്റാണുള്ളത്. ഇവിടെ TRS 9 സീറ്റിലും AM 1 സീറ്റിലും BJP 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2019 ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം TRS, BJP, കോൺഗ്രസ് ഇങ്ങനെ ഒരു ത്രികോണ മത്സരമായിരിക്കാനാണ് സാധ്യത. ഈയിടെ നടന്ന ഇലക്ഷനിൽ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നു. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെലങ്കാനയിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയ് 13 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. ലക്ഷദ്വീപിൽ ഒരൊറ്റ സീറ്റാണുള്ളത്. അത് കഴിഞ്ഞ തവണ NCP ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യവും NDAയും NCPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് ഇലക്ഷൻ. കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് 15 സീറ്റിലും മുസ്ലിം ലീഗ് 2 സീറ്റിലും RSP 1 സീറ്റിലും ഉൾപ്പെടെ UDF 18 സീറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് അന്ന് UDFൻ്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചതെങ്കിലും പിന്നീട് അവർ LDFിലോട്ട് പോയി. അങ്ങനെ കേരള കോൺഗ്രസ് Mന് 1 സീറ്റും CPMന് 1 സീറ്റുമാണ് നിലവിലുള്ളത്. ഇത്തവണയും LDF, UDF, NDA എന്നുള്ള രീതിയിൽ ത്രികോണ മത്സരം തന്നെയാണ് കേരളത്തിലും. ഏപ്രിൽ 26 ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിലെ ഇലക്ഷൻ. കർണാടകയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ 28 സീറ്റിൽ 25 സീറ്റും കഴിഞ്ഞ തവണ BJPക്കായിരുന്നു. 1 സ്വതന്ത്രനും 1 സീറ്റ് JDSനും 1 സീറ്റ് കോൺഗ്രസിനുമാണ്. ഇപ്രാവശ്യം കോൺഗ്രസ് ഒരു ഭാഗത്തും JDS, BJP സഖ്യം മറുവശത്തുമാണുള്ളത്.
അവസാനം നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ്സിന് സംസ്ഥാന ഭരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 26, മെയ് 7 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലാണ് ഇലക്ഷൻ. തമിഴ്നാട്ടിൽ ആകെ 39 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ DMK 24, കോൺഗ്രസ് 8, CPM 2, CPI 2, മുസ്ലിം ലീഗ് 1, VCK 1, അണ്ണാ DMK 1 എന്നിങ്ങനെ ഏതാണ്ട് 38 സീറ്റോളം കഴിഞ്ഞ തവണ DMK മുന്നണി നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം DMK മുന്നണിയും അണ്ണാ DMKയും BJPയും തമ്മിലുള്ളൊരു ത്രികോണ മത്സരമായിരിക്കും. കഴിഞ്ഞ തവണ അണ്ണാ DMKയും BJPയും ഒരു സഖ്യമായിരുന്നു. ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ്. ആദ്യ ഘട്ടത്തിൽ ആണ് തമിഴ്നാട്ടിലെ ഇലക്ഷൻ. പുതുച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റാണുള്ളത്. ഇത് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിനായിരുന്നു. ഇവിടെ പ്രധാനമായിട്ട് മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. ഏപ്രിൽ 19 തമിഴ്നാട്ടിലെ ഇലക്ഷനോടൊപ്പം തന്നെ ഒറ്റഘട്ടമായിട്ടാണ് ഇവിടെയും ഇലക്ഷൻ.